നമസ്കാരം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ, അത്ഭുതങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് പറയാം. ഭഗവാനുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശുഭപ്രതീക്ഷകൾ കാലം മാറും തോറും വർദ്ധിക്കുന്നതായി കാണുന്നു. ഏതോ ഒരു കാര്യം നടക്കുവാനായുള്ള കാത്തിരിപ്പ്, തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ആ കാത്തിരിപ്പ് ഇവിടെ സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം. ആ ആഗ്രഹം നടക്കുവാനായി വളരെയധികം പരിശ്രമിക്കുന്നതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിശ്രമിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. ആ കഠിനമായ പ്രയത്നങ്ങൾ, നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവർ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കില്ല എന്നും നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം പ്രയാസകരമായ വാക്കുകൾ അവർ പറയുന്നതായ സാഹചര്യമുണ്ട്. അതുമൂലം നിങ്ങളുടെ ആത്മവിശ്വാസം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. കുത്തുവാക്കുകൾ ചില ഇടങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും പലരും പറയുന്നുമുണ്ടാകാം. എന്നാൽ നിങ്ങളിലെ ആ ഒരു ചെറിയ പ്രതീക്ഷ, ആ കാര്യവുമായി ബന്ധപ്പെട്ട് ശുഭപ്രതീക്ഷകൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാൻ അധികം വൈകില്ല എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുവോ ആ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ കൂടുതലായും പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതായ അല്ലെങ്കിൽ ചിന്തകൾ, ആ നെഗറ്റീവായ ചിന്തകൾ മാറ്റുകയും അത്തരം ചില കാര്യങ്ങൾ മാറ്റി പ്രാർത്ഥനയോടെയും ഭഗവാനിൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതായ ആ സാഹചര്യം അല്ലെങ്കിൽ ഭഗവാനിൽ പൂർണ്ണമായും വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ആ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നതാണ് വാസ്തവം. നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിൽ കണ്ടിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അതിൽ ചിലതെങ്കിലും തടസ്സങ്ങളാൽ ലഭിക്കാത്ത സാഹചര്യം പോലുമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം, ഫലങ്ങൾ ജീവിതത്തിൽ വരാതിരിക്കുന്നു എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ കയ്യെത്തും ദൂരത്ത് പല കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി എത്തിയിട്ട് പോലും അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയി എന്നൊരു നിരാശ, അത്തരം വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ പലപ്പോഴും നിങ്ങൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം പല കാര്യങ്ങളും അവസാനം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം പോലും നിങ്ങൾക്കുണ്ട്. ഈ ഒരു കാര്യം അവസാനം ലഭിക്കാതെ വരുമോ, നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ആകുലത, ഭയം നിങ്ങളിലുണ്ട് എന്നത് വാസ്തവമാണ്. ഒരു പരിധിവരെയെങ്കിലും നിങ്ങളിൽ മറഞ്ഞിരിക്കുന്നതായ ഭയമാണ് നിങ്ങളിലേക്ക് പലപ്പോഴും എത്തിച്ചേരേണ്ടതും നിങ്ങൾക്ക് ഏറ്റവും അർഹമായതുമായ പല കാര്യങ്ങളെയും മറയ്ക്കുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നത് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങളോട് ഭഗവാൻ തന്നെ പറയുന്നു, ഇത്തരത്തിലുള്ള ചിന്തകൾ, അതായത് പല കാര്യങ്ങളും അനുകൂലമാകുന്ന സാഹചര്യത്തിൽ പോലും ഉണ്ടായിരിക്കുന്ന നെഗറ്റീവായ ചിന്തകൾ, അത് പൂർണ്ണമായും ഒഴിവാക്കി ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ അർഹതപ്പെട്ടതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും എന്നതാണ് വാസ്തവം.
നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യങ്ങൾ നേടാം എന്ന വാശി ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ഇത് ഭഗവാൻ നിങ്ങളോട് പരാമർശിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് ഭഗവാൻ നൽകുന്നത്. ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ എത്തുവാൻ നിങ്ങൾക്കത് സഹായകരമായി തീരും. വളരെയേറെ കഴിവുകളുള്ള അല്ലെങ്കിൽ കഴിവുകൾ കൃത്യമായി മനസ്സിലാക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. നിങ്ങളുടെ ആ കഴിവുകൾ തീർച്ചയായും തിരിച്ചറിഞ്ഞ് ആ കാര്യങ്ങളിൽ പൂർണ്ണമായും വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ്. ഉയരങ്ങൾ നിങ്ങൾക്ക് കീഴടക്കുവാൻ സാധിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. നിങ്ങളുടെ തടസ്സങ്ങൾ അതെല്ലാം മാറുകയും ജീവിതത്തിൽ ഈശ്വരാധീനം, ഈശ്വര കടാക്ഷം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പല കാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം വിഷമിച്ചു എന്നത് വാസ്തവമാണ്. അല്ലെങ്കിൽ അർഹിച്ച ഫലം ലഭിക്കാത്ത സാഹചര്യം നിങ്ങൾക്കുണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്നതായ ആ സന്ദേശം മൂലം തീർച്ചയായും കൃത്യമായി തന്നെ അത് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. നിങ്ങൾ നിത്യവും പ്രാർത്ഥിക്കുന്നതിലൂടെ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. തീർച്ചയായും അവ ഉപയോഗിച്ച് നിങ്ങൾക്കും നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും സന്തോഷിക്കുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം. മനസ്സിന് വളരെയധികം ഉറപ്പുള്ള വ്യക്തികളായി നിങ്ങൾ മാറും. നിങ്ങൾ അനുഭവിച്ച വിഷമതകളെക്കുറിച്ചോ ദുഃഖങ്ങളെക്കുറിച്ചോ ആരോടും പറയുന്ന വ്യക്തികൾ കൂടിയല്ല നിങ്ങൾ. ചില കാര്യങ്ങൾ മറ്റുള്ളവർക്കറിയാം, എന്നാൽ എല്ലാം എല്ലാവർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. എന്നാൽ മറ്റുള്ളവരുടെ മുൻപിൽ തല കുനിക്കുക എന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അതിനാൽ തന്നെ ഇപ്പോൾ നേരിടുന്ന പല പ്രശ്നങ്ങളെല്ലാം തന്നെ മറികടക്കുന്നതിനായി പല വിധത്തിലും അവസരങ്ങൾ ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയും അത് കൃത്യമായി വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും എന്നതാണ് വാസ്തവം. ഈ സമയം തീർച്ചയായും നിങ്ങൾ പല വിധത്തിലും ആശയക്കുഴപ്പത്തിൽ ഉള്ളവരാണ്. അത്തരത്തിൽ കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളും തുടരണോ വേണ്ടയോ എന്ന് പോലും പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. പല കാര്യങ്ങളിലും ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിലുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിലും തീർച്ചയായും അല്പസമയം കൂടി നിങ്ങൾ നൽകേണ്ടത് അനിവാര്യമാണ്. എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടുള്ളതല്ല. എല്ലാവരെയും അവരുടെ ആവശ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ പിന്നീട് ഫലം കണ്ടില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഫലം ലഭിച്ചില്ല, അല്ലെങ്കിൽ അവർ സഹായിച്ചില്ല എന്നത് നിങ്ങൾക്ക് വളരെയധികം വിഷമം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അത്തരം അവസ്ഥയിൽ ഒരു മാറ്റം വരുന്നതായി കാണുവാനായി സാധിക്കുന്നു. ഉടനെ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുകയും അവരാൽ കഴിയുന്ന പലവിധ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തു നൽകുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായ കാര്യം, ആരെല്ലാം സഹായിച്ചാലും നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതായ കാര്യങ്ങൾ അത് സ്വയം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫലം നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. എന്താണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ റിസൾട്ട് അത് നിങ്ങൾക്ക് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. പൂർണ്ണ മനസ്സോടെ തന്നെ നിങ്ങൾ ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങൾ എത്ര തന്നെ അധ്വാനിച്ചാലും ഫലം ലഭിക്കില്ല എന്ന കാര്യവും ഓർക്കണം. തീരുമാനങ്ങൾ ഉറച്ചതായിരിക്കണം. ഒപ്പം ബുദ്ധിപരമായും നന്നായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കത് ദോഷമായി തീരും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് കൃത്യമായി പ്രവർത്തിക്കാനും അവസരങ്ങൾ വിനിയോഗിക്കുവാനും സാധിക്കും. പല കാര്യങ്ങളും നിങ്ങളെ ബാധിക്കുന്നു എന്നത് വാസ്തവമാണ്. ക്ഷീണം, അത്തരത്തിൽ പല കാര്യങ്ങളും ബാധിക്കുന്നു എങ്കിൽ പോലും അതെല്ലാം നേരിടുവാനും മറികടക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. കൃത്യമായി തന്നെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഭഗവാൻ നൽകുന്ന അവസരങ്ങൾ പോസിറ്റീവായ ഊർജം സ്വീകരിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുക.